സ്ക്രീൻ ഷെയർ ചെയ്തു നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലോട്ട് ആദ്യം ഡേ 5. അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഡേ 5 ഇത് നമ്മള് ഒരു പാഠഭാഗം ഇതിന്റെ ഒരു നാരേഷൻ തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ഈ ഇമേജിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതിനെ ഇമേജിനെ വീഡിയോ ആക്കി മാറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ കമ്പൈൻ ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അതേ പിക്ചറിനെയാണ് നമ്മൾ എടുത്തത്. ഇത്തവണ അതിനേക്കാളും നല്ല രസമുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് ആയിരിക്കും എടുക്കുക. പിന്നെ അതിനെ ചെയ്യും, അതിന് നമ്മൾ നല്ല ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്യും. ഉപയോഗിക്കുന്ന ടൂള് ChatGPT ഉപയോഗിക്കും. പിന്നെ പുതുതായിട്ട് ഗൂഗിൾ ഫ്ലോ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പഠിച്ച യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. ഗൂഗിൾ ഫ്ലോയിൽ നല്ല എല്ലാ കാര്യവും നടക്കും നമ്മുടെ വിശ്വാസം. ഫ്രീ വെർഷൻ ക്യാൻവ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ അവസാനത്തെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അതിനകത്ത് വരിക. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നരേഷൻ തയ്യാറാക്കുക. ക്രോയിലൊക്കെ ചെയ്തതുപോലെ നരേഷൻ തയ്യാറാക്കുകയാണ്. അതിന്റെ പ്രോംപ്റ്റ് എടുത്തു, ChatGPT വന്നു. ChatGPT പുതിയൊരു ഫസ്റ്റ് ചാറ്റ് എടുത്തു, അതിനകത്ത് പേസ്റ്റ് ചെയ്തു. ഇനി PDF എടുക്കണം. PDF 4ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് കൊടുക്കണേ. നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നത് ബാച്ച് 2 എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ChatGPT വന്നു. ഇവിടെ അപ്ലോഡായി ടെക്സ്റ്റ് വരും. ഇനി അങ്ങനെ ഒരു സ്റ്റോർ നമുക്ക് നറേറ്റ് ചെയ്തിട്ട് നറേറ്റ് ചെയ്ത് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞത് ലെങ്തി ലൈനാണ്. രണ്ടാമത്തത് അതിന്റെ നരേഷൻ തയ്യാറാക്കാനാണ്. ആ പ്രോംപ്റ്റ് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അതിനെ ഞാൻ കൂടെ കൊടുക്കുകയാണ്. എക്സ്ക്യൂസ് മീ, യെസ്, പറയൂ സാർ, പറയൂ ടീച്ചർ. ഇത്തിരി സൗണ്ട് കൂട്ടാവോ? കേൾക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടോണിലാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ല, നേരത്തെ തന്നെ എനിക്ക് കുഴപ്പമാണ്. ഇനി എന്റെ കുഴപ്പമാണ്. ഞാൻ എന്റെ ഫോണിന്റെ വോളിയം ഫുള്ളാക്കി, എന്നിട്ടും കേൾക്കുന്നത് കുറവാ. ആ ആ ആ ആ ഞാൻ മാക്സിമം സ്പീഡിൽ പറയാം ടീച്ചർ. അപ്പോൾ ഇതാണ് തയ്യാറാക്കി വെച്ചേക്കുന്ന നരേഷൻ. ഇതിനെ കുറച്ചും കൂടെ ചെറുതാക്കാൻ വേണ്ടി പറയുകയാണെ. സിംപ്ലിഫൈ ചെയ്ത് തരാൻ പറയുകയാണെ. കുറച്ച് ലൈൻ മതി എന്നുള്ള രീതി. അതിനേക്കാൾ കുറച്ച് വിട്ടുതരും. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നരേഷനും കിട്ടിക്കഴിഞ്ഞു. 2 സ്റ്റെപ്പ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഈ PDF നമ്മൾ എന്തായിട്ട് എടുക്കണം, ഓരോ പിക്ചർ ബൈ പിക്ചർ ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. അതിനുവേണ്ടി നമ്മുടെ PDF നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് ഓപ്പൺ ആക്കി എടുക്കാം. നിങ്ങൾക്ക് അതിനെടുക്കാം. നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ക്ലാസ് ബാച്ച് 2 കിടപ്പുണ്ട്.
എങ്ങനെയാണ് നമ്മൾ ഈ ഇമേജുകൾ നമ്മൾ എടുക്കുകയും അതിനെ നമ്മൾ ക്രോപ്പ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. ആവശ്യമുള്ള ആ പാഠഭാഗത്തിന്റെ ഒരു സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമേജുകളും നമുക്ക് എടുക്കാം. ഇപ്പൊ ഇതിനകത്ത് ഈ കുട്ടിയുടെ ഉണ്ട്, 1, 2, അമ്മ കിടക്കുന്ന എടുക്കാം, പിന്നെ അമ്മച്ചിയായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവിടുത്തെ ഈ ഇമേജ് ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഇമേജുകളും നോക്കി ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഫോണിൽ എടുക്കുക? ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, കമ്പ്യൂട്ടറിൽ പ്രിന്റ് സ്ക്രീൻ എടുക്കുക. ഞാൻ കമ്പ്യൂട്ടറിൽ പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് ആദ്യത്തെ ഇമേജ് എടുക്കുകയാണ്. ആദ്യത്തെ ഇമേജ് എടുത്തു. ഇനി ഇതിനെ കൊണ്ട് ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാണ്. ക്യാൻവ ഗൂഗിൾ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്തതാണ്. സാറ് കമ്പ്യൂട്ടറിൽ എങ്ങനെയാ കമ്പ്യൂട്ടറിൽ എങ്ങനെയാ പിക്ചർ എടുത്തത്? പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബട്ടൺ ഉണ്ട് ടീച്ചർ, ഈ F12 കഴിഞ്ഞ് അതിൽ പ്രസ് ചെയ്താൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. F12 അടുത്തും സ്ക്രീൻ ലോക്ക് ഇൻസേർട്ട് ചെയ്ത മുകളിലായി. നമ്മളെ ഈ ചെയ്യാൻ പോകുന്നതൊക്കെ ഒരു യൂട്യൂബ് സൈസ് ഉള്ള ഒരു വീഡിയോ ആണേ. ഇപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളെല്ലാ ഫയലും ആ ഒരു മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാം. സോഷ്യൽ മീഡിയക്കകത്ത് യൂട്യൂബ് വീഡിയോ അല്ല, യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന ആ സൈസ് എടുത്തു. ഇനി എല്ലാം അതിനകത്ത് പെട്ടെന്ന് എടുത്തു വയ്ക്കാം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത യൂട്യൂബ് വീഡിയോ ഉണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് എടുത്തിട്ട് പ്രിന്റബിൾസ് എടുത്ത് യൂട്യൂബ് തംബ്നെയിൽ എടുക്കാം. ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. മറ്റേത് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ഇന്നത് നോക്കും. ഇപ്പൊ നമുക്ക് വേണം, ഇപ്പൊ നമുക്ക് ഇത് മാത്രം വേണം. ഈ ക്രിയേറ്റ് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ എടുത്തിട്ട് സക്സസ് കണ്ടല്ലോ. ആവശ്യമില്ലാത്ത എങ്ങനെ കട്ട് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കും, ഇവിടെ അത്രേ ഉള്ളൂ. പരിപാടി തീർന്നു. ഇവനെ എടുത്ത് വെച്ചിട്ട് ഒറ്റ വഴി. നമ്മുടെ ഫോണിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഗാലറിയിൽ ഇതെല്ലാം വന്നു കിടക്കും. അതിന്റെ 4 സൈഡ് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കി നമ്മുടെ ആവശ്യത്തിന് എടുക്കും. ഒരു ഇമേജ് ആയുള്ളൂ. ആഡ് പേജ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ഈ ഇതിൽ പ്രസ് ചെയ്ത് അടുത്തൊരു പേജ് ഉണ്ടാക്കി നമ്മുടെ PDF എടുക്കുന്നു. രണ്ടാമത്തെ ഇമേജിന്റെ പ്രിന്റ് സ്ക്രീൻ കൊടുക്കുന്നു. വീണ്ടും ഇവിടെ വന്ന് പേസ്റ്റ് കൊടുക്കുന്നു. ക്രോപ്പ് ചെയ്ത് ചെറുതാക്കുന്നു. വീണ്ടും ക്രോപ്പ് ചെയ്ത് ചെറുതാക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുന്നു, താഴെ നിന്ന് മുകളിലേക്ക് വലിക്കുന്നു. ഇവനെയും പിടിച്ച് വലുതാകും. നമുക്കിതിന്റെ ഒരു റെഫറൻസ് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ ഇമേജ് നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ് നമുക്ക് വരുന്നത്. ഇത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ വീണ്ടും PDF പോയി അതിന്റെ പ്രിന്റ് സ്ക്രീൻ എടുത്തു, ഫോണിൽ വരുന്നില്ലല്ലോ. ഒരിക്കൽ കൂടെ പറയൂ. ആഡ് പേജ് ചെയ്യുന്നതില്ലേ, ഒരു പിക്ചർ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നത്, ആ ഓപ്ഷൻസ് ഫോണില് ഡൗൺലോഡ് ചെയ്താൽ ക്യാൻവയിൽ വരുന്നില്ലല്ലോ. ഫോണില് പിക്ചറിന്റെ മുകളിൽ ഒരു പ്ലസ് ഉണ്ട്, നോക്കണം. അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പറയാം. ഓക്കെ, അപ്പൊ 1, 2, 3 പേജ് അതിന് നമുക്ക് 2 പേജും കൂടെ വേണം. കഥ മുഴുവൻ ഒരു ഐഡി കിട്ടണമല്ലോ. ഇത് പോട്ടെ, നമ്മുടെ PDF വരട്ടെ. അമ്മ കിടക്കുന്നു, അമ്മച്ചിയോട് സംസാരിക്കുന്നത് വേണ്ട, ഇതിനെ എടുക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിനെ എടുക്കാമല്ലോ. ഫോൺ വിളിക്കും, ഇതെടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ടെക്സ്റ്റ് കിടക്കും. ടെക്സ്റ്റ് നമ്മൾ ChatGPT കൊണ്ടുപോയി റിമൂവ് കൊടുക്കാനൊക്കെ പറ്റും. റിമൂവ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം ടെക്സ്റ്റ് മാത്രം പെട്ടെന്ന് റിമൂവ് ചെയ്തു. നമുക്ക് ഇവിടെ ഈ ഇമേജ് കൊടുക്കുകയാണ്. ഈ ഫോൺ വിളിക്കും. 3 എണ്ണം
അവസാനത്തെ സെക്ഷൻ നമ്മൾ റിമൂവ് ഞാൻ കാണിച്ചു ഫോൺ ചിന്തിക്കുന്നത് അതിനെ വലുതാക്കി ഇതിനെ വലുതാക്കി ഇങ്ങനെ ഓക്കെ 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 ഓക്കെ. ഇനി ഒരു ഇമേജ് വരുന്നത് അവസാനത്തെ പോലീസുകാർ വരുന്ന പേസ്റ്റ് ചെയ്ത് അതിനെ ക്രോപ്പ് ചെയ്ത് സൈഡ് ഈ സൈഡ് താഴെ പോകും. ഫോണിൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവസാനത്തെ പേജ് പറയാം. ഇനി അടുത്ത് ഇതിന് അത്രയും ഞാൻ എക്സ്പോർട്ട് ചെയ്ത് ഇമേജ് ആക്കി മാറ്റി. ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് ഇമേജ് ആക്കി മാറ്റി. 1 2 3 4 5 ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ്. കേൾക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് ടീച്ചർ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? പാസ്വേഡ് ഒന്ന് കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് 5 ഇമേജുമായി. 5 ഇമേജിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഷെയർ എടുത്ത് അതിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തു. ഡൗൺലോഡ് കൊടുത്തു. ഇപ്പൊ അതിനകത്ത് ഡൗൺലോഡിൽ വന്നിട്ടുണ്ട്. അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ് 3 എന്നാണ് അതിന്റെ പേര്. ഇതാണ് ആ ഫോൾഡർ. അതിനെ നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, കമ്പ്യൂട്ടറിൽ മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ, മൊബൈലിൽ നേരെ അങ്ങ് നിർത്തുന്ന കാണും. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൊക്കേഷനിൽ തന്നെ അതിനെ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എടുക്കാം. 1 2 3 4 5 6 ഇമേജ് ഉണ്ടാകും. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേ? നമ്മുടെ ആദ്യം സ്റ്റോറിയെ നമ്മൾ PDF അപ്ലോഡ് ചെയ്ത് സ്റ്റോറിയെ ഒന്ന് ജസ്റ്റ് അബ്സ്ട്രാക്ട് ആക്കി, പിന്നെ അതിന്റെ നരേഷൻ തയ്യാറാക്കി, പിന്നെ ആ ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു, ക്രോപ്പ് ചെയ്തു, സേവ് ക്ലിയർ ഇമേജ് ഫോർ അനിമേഷൻ എൻഹാൻസ്മെന്റ്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യും. ഇനി ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഗൂഗിളിന്റെ ആണ്. നമ്മളെ ഇമേജിനെ വീഡിയോ ആക്കാനും അതിൻ്റെ അകത്ത് സംഭാഷണങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ റേഷൻ ഉണ്ട്, ഒരു ദിവസം ഇത്രയേ പറ്റുള്ളൂ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഇതിൽ ആദ്യം ഇമേജിനെയാണ്, നമ്മളെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഇമേജ് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ഗൂഗിൾ ഫ്ലോ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് ആക്കാൻ പോവുകയാണ്. ഗൂഗിൾ ഫ്ലോ എടുക്കാനായിട്ട് ആദ്യം ഗൂഗിൾ ഓപ്പൺ ആക്കും. ഇതിനകത്ത് ഗൂഗിൾ ഫ്ലോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിൾ ഫ്ലോ ആദ്യം വരും. ഗൂഗിൾ ഫ്ലോ ആദ്യം വരും. ഈ കാണുന്നതാണ് ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന നമ്മുടെ ഒരു വിൻഡോ. ഗൂഗിൾ ഫ്ലോ ഇങ്ങനെയായിരിക്കും ആദ്യം തുടക്കത്തിൽ വരുന്നത്. ഇതിനകത്ത് ക്രെഡിറ്റ് നമുക്ക് നോക്കാം. 150 ഇതിനകത്ത് ക്രെഡിറ്റ് കിടക്കുന്നത്. 180 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ന്യൂ പ്രോജക്റ്റ് എടുത്തു. ന്യൂ പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടും. ആദ്യം എപ്പോഴും ന്യൂ പ്രോജക്റ്റ് ആയിട്ട് വരും. ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ളത് പറയട്ടെ. ഇതിനകത്ത് നമുക്ക് ഇമേജിനെ ക്വാളിറ്റി ആക്കാൻ പറ്റും, പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിച്ചോളെ എല്ലാവരും. ഫോണിലും ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നതാണ്. ഇമേജ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ആക്കില്ല, വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇമേജ് ആവില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതെങ്ങനെയാ എടുത്തേ? നമ്മൾ ന്യൂ പ്രോജക്റ്റ് കൊടുത്തല്ലോ. അപ്പൊ ഈ വിൻഡോ വന്നു. അപ്പോ അതിനകത്ത് എന്ത് ചെയ്തു? ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അറ്റാച്ച് ഇമേജിനെ കൊടുക്കും.
ഈ പ്ലസ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണേ. ഞാൻ നമ്മുടെ ലൊക്കേഷൻ അറിയണം, നമ്മുടെ എവിടെയാണോ ഇത് കിടക്കുന്നതെന്ന് നമ്മൾ അറിയണം. എവിടെയാണ് കിടക്കുന്നത്? ഡൗൺലോഡിനകത്താണ് എൻ്റെ ഞാൻ കട്ട് ചെയ്ത ഇമേജ് ഒക്കെ കിടക്കും. ആദ്യത്തെ ഇമേജ് ഇതാവാണ്, ഫസ്റ്റ് ഇമേജ്. അപ്പൊ എങ്ങനെ ഇമേജിന്റെ ക്വാളിറ്റി കൂട്ടാം? ഒരു വളരെ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള ഇമേജ് ആണ് എൻ്റെ കയ്യിൽ, അതിനെ ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കി മാറ്റാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ പല ജെമിനിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ചെയ്തു അല്ലെ. ഇപ്പോ ഇങ്ങനെ ഒരു ഇമേജാണ് അതിനകത്ത് വന്നത്. ഇനി പ്രോംപ്റ്റ് എവിടെ കിടപ്പുണ്ട്? നമ്മുടെ ക്ലാസ് റൂമിനകത്ത് പ്രോംപ്റ്റ് വേണം. അതിന്റെ പ്രോംപ്റ്റിന് പിക്സാർ സ്റ്റൈൽ എൻഹാൻസ്മെന്റ് എന്നാണ് ആ പ്രോംപ്റ്റ് പേരിട്ടത്. പിക്സാർ സ്റ്റൈൽ എൻഹാൻസ്മെന്റ്. ആ കോപ്പി എടുത്ത് അതിന്റെ ആ പ്രോംപ്റ്റിന്റെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന ഇമേജ് നമ്മൾ ആഡ് ചെയ്തില്ലേ, അതിന്റെ താഴെ ഇതിനെ പേസ്റ്റ് ചെയ്യും. ഇപ്പോ 13% ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് കിട്ടണം. ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് വെക്കും. കുറേ ഇമേജ് 67. ഇപ്പോൾ ഒരു ഇമേജ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഇമേജ് എടുക്കാം. പ്ലസ് കൊടുത്ത് അപ്ലോഡ് കൊടുത്ത് രണ്ടാമത്തെ ഇമേജ് കൊടുക്കാം. രണ്ടാമത്തെ ഇമേജ് ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഇമേജുകളെയൊക്കെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിലുണ്ട്, ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഇമേജിനെ എങ്ങനെ മാറ്റാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചെയ്തെടുക്കത്തുള്ളൂ, ക്രെഡിറ്റ് എടുക്കത്തുള്ളൂ. പക്ഷെ വീഡിയോ ആണ് ചെയ്യണമെങ്കിൽ ഒത്തിരി എടുക്കുവേ. 99% ആയതേ ഉള്ളൂ ഞാൻ കൊടുത്തത്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തതാണ്, അതിൻ്റെ റിസൾട്ട് അല്ല. ഞാൻ അപ്ലോഡ് ചെയ്ത് കയറ്റി വെച്ചതേ ഉള്ളൂ, പ്രോംപ്റ്റ് കൊടുത്തില്ല. പ്രോംപ്റ്റ് മെമ്മറിയിൽ കിടപ്പുണ്ട്, നോക്കൂ, കണ്ടോ? നിങ്ങൾക്ക് കാണാമല്ലോ, വളരെ ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു ഇമേജ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമേജിനേക്കാൾ വളരെ രസമുള്ള ഒരു ഇമേജാണ് കിട്ടിയത്. എനിക്ക് ഇത് മതി. ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഞാൻ അതിന് മൈൻഡ് ചെയ്യാനില്ല. എനിക്ക് ഈ ഇമേജ് വേണം. ഒരുമിച്ച് സേവ് ചെയ്യാം, അവസാനം ഒരുമിച്ച് സേവ് ചെയ്യും. ഇതോ ഇവിടെ ഞാൻ ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത ഇമേജാണ് നിങ്ങൾ കാണാം. കണ്ടാ, അതിൻ്റെ പ്രോംപ്റ്റ് ഒരു പ്രോംപ്റ്റ് തന്നെ എല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്യണേ. ഈ 6 ഇമേജിന് ഒരേ പ്രോംപ്റ്റ് കൊടുക്കും. രണ്ടാമത്തെ ഇമേജിന് വേണ്ടിയിട്ടുള്ള ജോലി തുടങ്ങിയേ. അപ്പോൾ ഈ ഇതിൽ എത്ര എണ്ണം തീർന്നു നോക്കാം. 150 തന്നെ ഒന്നും പോയില്ല, പറഞ്ഞില്ല. ഇമേജ് ചെയ്യാൻ ഫെയിൽഡ് എന്ന് പറഞ്ഞേ. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്, ഈ കാണുന്നത്. ഇതിനെയാണ് എനിക്ക് അടുത്ത ക്വാളിറ്റി ആക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് കാണിച്ചല്ലോ, 1, 2 രണ്ടാമത്തെ ഇമേജ്. അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ അത് വന്നു. ആ പ്രോംപ്റ്റ് ഒരിക്കൽ കൂടെ പേസ്റ്റ് ചെയ്ത് അതിന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഇമേജും ക്വാളിറ്റി ആയിട്ട് കിട്ടും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സംഭവിച്ചല്ല. കൊടുക്കുകയാണ് ഇവിടെ പേജായി ശേഷം കൊടുക്കുകയാണ്. 2 പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു കൊടുക്കും. ഇത് സമയം കിട്ടുന്നു. സ്പീഡാണ്, കൊള്ളാം. സ്പീഡ് കൂടി ടൈം വരും.
രണ്ടാമത്തെ കിച്ചനകത്ത് ഇരിക്കുന്ന ഇമേജും കൊടുത്ത് അതിൽ ഒരെണ്ണം ഫെയിൽ ആയിപ്പോയി, ഒരെണ്ണം വീണ്ടും ഫെയിലായി. ആ അത് അത് ശരി, ഒരെണ്ണം ഫെയിലായെങ്കിൽ ഒരെണ്ണം ശരിയായി. ഇനി ഞാൻ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇവിടുത്തെ ഈ ഡ്രസ് അല്ല ഇവിടെ വന്നു, ഡ്രസ്സിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ ഇമേജ് എടുക്കുകയാണെ. അപ്ലോഡ് ഇമേജ് കൊടുത്ത് മൂന്നാമത്തെ ഇമേജ് കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഇമേജ് വന്നു, വന്നു, നല്ല ഫോണ്ട് പേസ്റ്റ് ചെയ്തു. അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ ആക്കിയിട്ട് ChatGPT കൊടുക്കാം. ഈ പ്രോസസ് അതിനകത്ത് യൂസ് ചെയ്യാം. ChatGPT ഓപ്പൺ ആക്കി ഇവിടെ ChatGPT നമുക്ക് ഉപയോഗിക്കും. പാരലൽ അതിലെങ്ങനെ റിസൾട്ട് വരണമെന്ന് അറിയാം. ChatGPT പേസ്റ്റ് ചെയ്ത് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കി വെച്ച് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇമേജസ് ഇത് ഇമേജ് ആയിട്ട് എല്ലാം നമുക്ക് ഇപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണം? ആ പിക്ചർ എടുക്കുക. മൂന്നാമത്തെ ഇമേജ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് അതിനകത്ത് 1, 2, 3 കൊടുക്കുകയാണ്. നാലാമത്തെ കൊടുക്കുക. പിക്സ സ്റ്റൈലിൽ ഒന്ന് തയ്യാറാക്കി തരാനാണ് ChatGPT എടുത്ത് പറയുന്നത്. ഇപ്പോഴത്തെ വിൻഡോയിൽ കഴിഞ്ഞോ? അതും കഴിഞ്ഞു, കൊള്ളാം, അതും കൊള്ളാം. ഇനി അടുത്ത ഇമേജ് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്ലോഡ് കൊടുത്തിട്ട് ഇത് അവിടെ ChatGPT കൊടുത്തു. അഞ്ചാമത്തത് 5, 6, 1, 6, ആറാമത്തെ കൊടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യണേ. ആറാമത്തെ കൊടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്തപ്പോൾ താഴെ എനിക്ക് ബട്ടൺ കാണിക്കുന്നില്ല. കാരണം എന്താണ്? മുകളിൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാൻ പറ്റും. എനേബിൾ ആയി. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്നു. ഇങ്ങനെ ChatGPT പോയി നോക്കട്ടെ അവിടെ എങ്ങനെയാണ് പറഞ്ഞത്. കൊള്ളാം, ChatGPT നല്ല നീറ്റാണ്, കൊള്ളാം. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഏത് ടൂൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഗൂഗിൾ ഫ്ലോ ഉപയോഗിക്കുകയോ ChatGPT ഉപയോഗിക്കുകയോ ചെയ്ത് നമ്മുടെ ഇമേജുകളെയൊക്കെ നമ്മൾ ഒരിടത്ത് കൊടുക്കുക, സേവ് ചെയ്ത് വെക്കാം. ഇവിടെ കഴിഞ്ഞാൽ ഒരുമിച്ച് ഇമേജുകളെ ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഇമേജ് ഇതാണ് ഞാൻ എടുക്കുന്നത്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് 1K 1. രണ്ടാമത്തെ ഇമേജ് ഇതാ എവിടെ കിടക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്താലും ഒരു ഡൗൺലോഡ് ചെയ്യും. 2 ഒറിജിനൽ സൈസ്. 3 ഈ ഇമേജ് ആണ് എടുക്കുന്നത്. 3 1K 3 ഇതൊക്കെ ക്വാളിറ്റി സാധനങ്ങളായിട്ടുണ്ട്. ഈ പിക്ചറുകൾ മാത്രം മതിയായിരിക്കും. നമുക്ക് ഡയലോഗ് വരുന്നതിന് മുന്നേ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടേ. പിക്ചർ ഓടി പോകുമ്പോൾ അതിനോടൊപ്പം ഡയലോഗും കൂടെ വരുമ്പോൾ ഓക്കെ. അതിനെ കൂടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുത്തു. ഇതെല്ലാം ഡൗൺലോഡ് ഫോൾഡറിനകത്താണ്. ഡൗൺലോഡ് കട്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഫോൾഡറിലാണ്. 5 എണ്ണത്തിനെയും കട്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഫോൾഡറിലിടെയാണ്.
ബിയോണ്ട് ഫിയർ പേര് കൊടുത്തു, അതിനകത്ത് സേവ് ചെയ്യും. ഇപ്പൊ 5 ഇമേജ് നമുക്ക് കിട്ടും. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം മുതൽ ചെയ്തതെന്ന് നോക്കാം. ആദ്യം സ്റ്റോറി തയ്യാറാക്കി, അതിന്റെ നരേഷൻ തയ്യാറാക്കി, പിന്നെ അതിന്റെ പിക്ചർ PDF-ന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ നമ്മൾ കട്ട് ചെയ്ത് ക്യാൻവയിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് കറക്റ്റ് സൈസ് ആക്കി ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന പുതുതായിട്ട് ഇന്ന് പഠിച്ച ടൂളിലോട്ട് വന്നു. അതിനെ നമ്മൾ ആ ഗൂഗിൾ ഫ്ലോയിലിട്ട് പിന്നെ എന്ത് ചെയ്തു, നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് ആക്കി. ഇതിനിടയിൽ ഒരെണ്ണം മാത്രം ഇവിടെ വന്ന് ഇതിലൊക്കെ ചെയ്തു. അതൊന്ന് വലുതായി കാണാം, എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ. നമ്മൾ ചെയ്ത ഫോട്ടോ സേവ് ഇമേജ്. നമ്മുടെ ഫോൾഡർ കിടക്കുന്ന ഡെസ്ക്ടോപ്പിലാണ്. ഡൗൺലോഡ്സ് നോക്കാം. ഡൗൺലോഡ് ഓക്കെ. ഇപ്പൊ നമ്മളെ ഇമേജ് എല്ലാം ആയി കഴിഞ്ഞു. വേണമെങ്കിൽ നമ്പർ ഇട്ട് ഓർഡർ അനുസരിച്ച് നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇതല്ലേ ആദ്യത്തെ ഇമേജ്. അപ്പൊ അതിന് 1 എന്ന പേര്, സീൻ 1, സീൻ 1, സീൻ 1, സീൻ 1. രണ്ടാമത്തത് വീട്ടിനകത്തിരിക്കുന്ന കിച്ചണിൽ നിൽക്കുന്നതാണ് രണ്ടാമത്തെ സീൻ, സീൻ 2. അതിന് ഞാൻ 2 എന്ന പേര് കൊടുത്തു. മൂന്നാമത്തത് ഇവിടെ, അതിന് സീൻ 3, സീൻ 3. ഇനി നാലാമത് ഇതായി, നാലാമത്തെ ഫോൺ വരും, സീൻ 4, സീൻ 4. അഞ്ചാമത്തത് ഫയർഫോഴ്സ് 1, സീൻ 5. ആറാമത്തത് കൺഗ്രാജുലേഷൻ. 5 2 ഒഴികെ. അവസാനത്തെ 1 2 3 4 5 5 പേര്. 5 ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 5 ഇമേജിന് എന്താണ് ചെയ്യാനുള്ളത്? ഡേ 5 വന്നിട്ട് ഈ 5 ഇമേജിനെ അനിമേറ്റ് ചെയ്യണം. അനിമേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഫ്ലോ തന്നെ ചെയ്യാം. എനിക്ക് ഒരു ആഗ്രഹം കൂടെ നമുക്ക് ഈ നരേഷൻ കൂടെ ചെയ്തെങ്കിൽ കൊള്ളാം. പ്രോംപ്റ്റ് കിട്ടും. നരേറ്റ് ദ സ്റ്റോറി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഡെല്ലിയോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡെല്ലിയുടെ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് വേണം, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രോംപ്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ കൊടുക്കും. ഇതിനകത്ത് ഡെല്ലിനെ ഉള്ള ഒരു പിക്ചർ കൊണ്ട് സെലക്ട് ചെയ്തു. ഡെല്ലിയുടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വ്യൂ കിട്ടുന്നില്ല. അപ്പൊ ഇത് വെച്ച് ഞാൻ ഡെല്ലിയുടെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരെണ്ണം നോക്കുകയാണ്. I need then 4. മാത്രം കൊടുത്താൽ മതി. വരട്ടെ ഇങ്ങനെ വരണം. ഗേളൊന്നെ കൊടുക്കണം. അപ്പോൾ ഗേൾ മാത്രം വരുമായിരിക്കും.
ഇതിനകത്ത് നമുക്ക് ലിപ് സിങ്ക്രണൈസേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ പറഞ്ഞ പോലെ ഇത് കുറച്ചേ ഉള്ളൂ. നമ്മളെ ക്രെഡിറ്റ് ഈ 150 ക്രെഡിറ്റേ ഉള്ളൂ. രണ്ടോ മൂന്നോ ഇമെയിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ചെറിയ കുറച്ച് ഇമെയിൽ എടുത്തുള്ളൂ. അതും കിട്ടുമെന്ന് തോന്നില്ല. നോക്കാം, പറ്റുന്ന അത്രയും ചെയ്യാം. പറ്റുന്ന അത്രയും ചെയ്യാം. ഓക്കെ, ഇതാ കാണാം. ഫൈൻ. ഞാൻ ആ പ്രോംപ്റ്റും കൂടെ നമ്മുടെ ഇതിനകത്ത് ഇടാം. ഇത് ഓക്കെയാണ്. അപ്പൊ ഇതിനെ മാത്രമായിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യും. So we move beyond here. ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞ് സേവ് കൊടുത്തു. അപ്പോൾ അത് അതിനകത്തായി കഴിഞ്ഞു. ഇനി നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഇവിടെ തന്നെയാണ്, വേറെ ഒരിടത്തും പോണ്ട. എല്ലാം ഈ ഫ്ലോയിൽ തന്നെ നമ്മളൊന്ന് ചെയ്തു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ അനിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഈ കാണുന്ന നാനോ ബനാന എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ വീഡിയോ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് 60:9 ആണ് കൊടുത്തത്. അതനുസരിച്ചുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇനി വീഡിയോ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ അകത്ത് കൊടുക്കാം. വീഡിയോ ഓപ്ഷൻ എടുത്ത് അതിനകത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് 40 ക്രെഡിറ്റ് ആണ് ആവുന്നത്. അത് താഴെ കാണിക്കാം, ജനറേറ്റ് വീഡിയോസ് 40 ക്രെഡിറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സാധനത്തെ എടുത്തിട്ട് നമ്മുടെ ഇമേജ് നമ്മൾ വേണ്ടത് ഇതിൽ ഈ ഗേൾ ഫ്രണ്ട് പോസ് ഇതെടുക്കുകയാണ്. ഇതെടുത്തിട്ട് ഇതിനകത്ത് നമ്മുടെ പ്രോംപ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പ്രോംപ്റ്റ് കിടക്കുന്നത് നരേഷന്റെ താഴെ കിടക്കുന്നു. ഇത് നരേഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയും ഫസ്റ്റ് ഒരു സെന്റൻസ് അപ്പൊ അത്രയും കൊടുത്തിട്ട് ഞാൻ ഇവിടെ വരെയാണ് നമ്മുടെ ഫ്ലോയിൽ വന്നിട്ട് അതിനകത്ത് ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് അത്രയും സെന്റൻസ് കൊടുത്ത് അത്രയും കൊടുക്കണം. ഇതിൽ എൻഡ് ഉണ്ട്, വേറെ എന്തെങ്കിലും തിരിയുന്നതായിട്ടൊക്കെ ഈ പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എൻഡിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നിലവിൽ ഞാൻ അത്രയും മാത്രമേ കൊടുക്കാം. അത് കൊടുത്ത് ഇപ്പൊ കൊടുത്തു. അതിനെ കൊടുത്ത് പ്രോംപ്റ്റ് വിട്ടിട്ടുണ്ട്. പ്രോംപ്റ്റ് 3%. 3%. 3%. 13 ഓക്കെ. അത് നടക്കും. 16%. ഇങ്ങനെയാണ് ഇമേജിനെ വീഡിയോ ആക്കി മാറ്റുന്നത്. നമുക്ക് നല്ലൊരു ടൂളാണ് ഇത്. ഒരുപാട് ഇപ്പോൾ മുമ്പത്തേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ അനിമേറ്റ് ചെയ്ത് കിട്ടാം. ഇനി നമ്മൾ ഈ ചെയ്തു വെച്ച ഇമേജിനെയും ഇതിന്റെ എല്ലാത്തിനെയും നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവസാനം എല്ലാം കൂടെ ഈ ക്യാൻവയ്ക്കകത്ത് കൊണ്ടുവന്ന് കിട്ടിയേക്കാം. പ്ലേ കൊടുത്തു. ഓക്കെ, നമ്മുടെ വീഡിയോ നമുക്ക് ഒരു അടിപൊളി വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അങ്ങനെ ഡൗൺലോഡ് കൊടുത്ത് നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്തിടാം.
270 ഗിഫ് എന്ന് കിടക്കുന്ന ഒറിജിനൽ സൈസ് ഉണ്ട്. അതിൽ ഒറിജിനൽ സൈസ് വേണം കൊടുക്കാനേ. കമ്പ്യൂട്ടറിൽ മാത്രമേ ഇങ്ങോട്ട് വരും, ഫോണിൽ നേരത്തെ അങ്ങോട്ട് ഇപ്പോൾ ഇതിപ്പം ഡൗൺലോഡിൽ പോയിട്ട് ഡൗൺലോഡ്സ് കിടക്കുന്നു. ഇതിനടുത്ത് ഡൗൺലോഡ് ഫോൾഡറിനകത്തോട്ട് തിരിച്ചില്ല. അതിനകത്ത് കയറി നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ആദ്യത്തെ വീഡിയോ ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റേ അതെല്ലാം. ഇനി നമുക്ക് 11 ലാബ്സിലിട്ട് ഫുൾ ഓഡിയോ കൊടുക്കാം. 11 ലാബ്സ് എടുക്കുക, അതിനകത്ത് ഫുൾ ഓഡിയോ നമ്മളൊന്ന് എടുക്കുകയാണ്. ഗൂഗിൾ 11 ലാബ്സ് എടുത്തു. അതിനകത്ത് നമ്മുടെ നരേഷൻ കൊണ്ട് പേസ്റ്റ് ചെയ്യും. നരേഷൻ സൈഡ് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ സ്പീഡ് ഉപയോഗം. സാർ പറയുന്നതൊന്നും ക്ലിയർ ഇല്ല, കേൾക്കുന്നില്ല. വെയിറ്റ് ചെയ്തിരിക്കുക, ലോഗിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മള് 11 ലാബ്സ് ആണ് കൊടുത്തത്. 11 ലാബ്സ് ഓപ്പൺ ആയി വരുന്നു. ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യും, ആ പ്രോംപ്റ്റ് എനിക്ക് ഫുൾ ഓഡിയോ വേണം. ആദ്യത്തെ ലിപ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിനെ മാത്രമേ ചെയ്തുള്ളൂ. അതിന് 45 ഓളം ക്രെഡിറ്റ് അതിന് വേണ്ടി എടുത്തു. ഫുള്ള് വേണമല്ലോ, ഫുള്ള് വേണം. ഫുള്ള് കിടക്കുന്നത് നമ്മുടെ ക്ലാസ്സിനകത്ത് ഇല്ല, ഇതിനകത്ത് ഫുള്ളെടുത്ത് അതിനകത്തോണ്ട് പേസ്റ്റ് ചെയ്യണേ. ജനറേറ്റ് സ്പീച്ച് കൊടുത്തു. ജനറേറ്റ് സ്പീച്ച് കൊടുത്ത് അതിനെ ഓഡിയോ ആക്കാൻ വേണ്ടി ഇപ്പോൾ മെയിൽ വോയിസ് ആണ് കിടക്കുന്നത്. മെയിൽ വോയിസ് മാറ്റാൻ വേണ്ടി ആ റോജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പ്ലോറിൽ വന്ന് ഗേൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഡിയാൻക എന്ന് പറയുന്ന വോയിസ് ആണ് എടുക്കുന്നത്. ഡിയാൻക എടുത്ത് വീണ്ടും ജനറേറ്റ് കൊടുക്കാം. 9387 ക്രെഡിറ്റ് റിമൈനിങ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന എവിടെ പോകും, ഡൗൺലോഡ് ഫോൾഡർ. ഇപ്പൊ ചോദിച്ചു കൊള്ളാം, അത് നമ്മൾ ചോദിക്കാറില്ല. ഇപ്പൊ ഇതിനകത്ത് ഫയൽ നെയിം ഓഡിയോ എന്ന് ഞാൻ പറഞ്ഞ് സേവ് ചെയ്ത് വിട്ടേനെ. അപ്പോൾ നരേഷനായി ഇമേജിലെ ഒരു ക്യാരക്ടർ സംസാരിക്കുന്നത് നമ്മൾ ഫ്ലോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. ഫ്ലോ ഉപയോഗിച്ച് നമ്മൾ അനിമേറ്റ് ചെയ്തെടുത്തു. അതിനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അതെല്ലാം ഒറ്റ ഫോൾഡർ, സിംഗിൾ ഫോൾഡറിലാണ് കിടക്കുന്നത്. ബിയോണ്ട് കെയർ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഇനി അവസാന സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടൂള് നമുക്ക് അറിയാവുന്ന സാധനം തന്നെയാണ് ക്യാൻവ. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ ഗൂഗിൾ എടുത്ത് ക്യാൻവ എടുക്കണേ.
ഗൂഗിൾ എടുത്തു, ഗൂഗിളിനകത്ത് ക്യാൻവ എന്ന് അടിച്ചു കൊടുക്കുക. ക്യാൻവ എടുത്ത് അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ക്യാൻവയ്ക്കകത്ത് ലോഗിൻ ചെയ്യുന്നു. അതിനകത്ത് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാൻവയുടെ വീഡിയോ ഇവിടെയും വീഡിയോ കിടപ്പുണ്ട്. ക്രിയേറ്റീവ് പോയിട്ട് വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന സൈസ് കാണിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന സൈസിലായിരിക്കും ആദ്യം വരുന്ന ബ്ലാങ്ക് പേജ് ആയിരിക്കും. ഇവിടെയൊക്കെ നമ്മുടെ ഫയലിനെ നമ്മളിവിടെ എടുത്ത് ആഡ് ചെയ്ത് കൊടുത്ത് താഴെ ഈ കാണുന്നിടത്ത് നമ്മൾ ഓരോ ഫയലുകളായിട്ട് 1 by 1 ആയിട്ട് ഓഡിയോ ചേർത്ത്, വീഡിയോയും ചേർത്ത്, ഇമേജും ചേർത്ത്, എല്ലാം ചേർത്ത് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ടത്? ഈ കാണുന്ന നമ്മുടെ പേജ് സാധാരണ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണ്? താഴെ ടൈം ലൈൻ കാണിച്ചാൽ നമുക്ക് ഉറപ്പിച്ചോളാം ഇത് വീഡിയോ ഓപ്ഷനാണ്. വീഡിയോ ഓപ്ഷനിൽ വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വ്യത്യാസം ഇത് തന്നെയാണ്. താഴെ ഒരു ടൈം ലൈൻ വരും. നമുക്കിവിടെ ഓരോന്നായിട്ട് അടുക്കി വെക്കാൻ പറ്റും. ഈ പ്ലേ ബട്ടൺ കാണിച്ചിടത്ത് പ്രസ് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യും. ഇവിടെ ഫസ്റ്റ് ഈ പ്ലസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ അപ്ലോഡ് ചെയ്യാനുള്ളത് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. അതൊന്നും അല്ല വേണ്ടത്. ഫ്രഷ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോൾഡറിന്റെ പേജ് ചെയ്യുക. നമുക്ക് എല്ലാത്തിനെയും ഓരോന്നായിട്ട് കൊണ്ടുവരാം. ആദ്യം വരേണ്ടതിന് ആദ്യം കൊടുക്കും. ഫസ്റ്റ് ആ വീഡിയോ ആണ് വേണ്ടത്. വീഡിയോ ക്ലിക്ക് ചെയ്തു അവിടെ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് 2 എണ്ണം വന്നു. അതെല്ലാത്തേലും ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണെ. ഫസ്റ്റ് വീഡിയോ ആണ്. ഇതുപോലെ ബാക്കിയുള്ള ഇമേജുകളെയും കൂടെ അപ്ലോഡ് ചെയ്യും. ഇവിടെ ഈ അപ്ലോഡ് ഫയൽസ് കൊടുത്താൽ അവിടെ വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്ലോഡ് ഫീൽ 1, ഫീൽ 2, ഫീൽ 3, ഫീൽ 4, ഫീൽ 5 5 എണ്ണത്തിന് ഒരുമിച്ച് ഓപ്പൺ കൊടുക്കുകയാണെ. 5 എണ്ണത്തിന് ഒരുമിച്ച് വരും. 5 ഇമേജിനെ ഒരുമിച്ച് വെക്കുക. ആദ്യം 2, 3, 4, 5. ഇനി ഇതിന്റെ ടൈമിംഗ് അറിയണമെങ്കിൽ നമുക്ക് ഓഡിയോ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഓഡിയോ കൊണ്ടുവരാൻ വേണ്ടി ആഡ് ഓഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കൊണ്ടാണ് ഇവിടെ വരും. അതിൽ അപ്ലോഡ് ഫയൽസ് പറഞ്ഞിട്ട് നമ്മുടെ ഓഡിയോ ഫയൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അവനെയും പിടിച്ച് ഇതിനകത്തോട്ട് കൊടുക്കും. അതിനെയും പിടിച്ച് നമ്മുടെ റെക്കഗ്നീഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനത്ര ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. പിന്നെ എല്ലായിടത്തും വെച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അച്ഛൻ കാണുന്നില്ല, ഈ ഗ്രേ കളറിൽ കാണുന്നതൊക്കെ ഓഡിയോ ഉള്ളതാണ്. പക്ഷെ ഇമേജ് മുകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണാം. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജിനെയൊക്കെ വലിച്ചു ഇങ്ങോട്ട് നീക്കി കൊടുക്കും. ഇതേ പ്രൊസീജിയറാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ടോ. സംഭവം പലതും ആണെങ്കിലും പ്രൊസീജിയറൊക്കെ സെയിം. അപ്പൊ ഇങ്ങനെ അത്യാവശ്യം വലിച്ചു നീക്കി നീക്കി വലിച്ചു നീക്കി ചെയ്യും. ഓൾമോസ്റ്റ് ആയിക്കോളും. ചെറുതാണൊക്കെ പറ്റുകയെ ചെറുതാണിന്റെ ഇത് മൊത്തത്തിലുള്ള വലുതാക്കാൻ ചെറുതാക്കാൻ ടൈമിൽ അതായത് ഫോണിലാണെങ്കിൽ 2 കൈ കൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കിയാൽ 2 പേരിൽ ചേർത്തിട്ട് ഫോണിൽ ചെറുതാവും. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഈ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിങ്ങനെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഇപ്പൊ ചെറുതാക്കിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ചെയ്യില്ല, ബോർഡർ ഇടാം പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യണം. ഒന്ന് പ്ലേ ചെയ്യണേ. ഓക്കെ, അത് രണ്ടാമത്തെ ഇമേജ് ആയിരുന്നു. ഓഡിയോ എടുക്കുക, നോട്ടിലേക്ക് എടുത്തു. വീണ്ടും മറ്റൊരു ടേക്ക് നാണെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്യും. ഈ ഓഡിയോ ഇതൊക്കെ കട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എന്താ, അത് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ അതിന്റെ ടൂൾ കാണിക്കും. ഇവിടെ ഫസ്റ്റ് കാണുന്നതാണ് സ്ക്രിപ്റ്റ് ടൂൾ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ആണ് ഈ കാണുന്നത്. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ഓഡിയോ എടുത്തു ഇത് ചേർത്ത്. അപ്പൊ ആദ്യത്തെ വീഡിയോ തുറന്നുള്ള വീഡിയോ കണ്ടിന്യൂഷൻ ഇങ്ങനെയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കട്ട് ചെയ്തത് കുറെ മാറി കേട്ടോ. അതിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സൈസ് ആക്കി വെക്കാം. ഒരുപാടില്ല. ഇപ്പൊ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം. സാർ ഇതിൽ ആസ്പെക്ട് റേഷ്യോ ആ ഫയൽ ഞാൻ ഫുൾ ആയിട്ട് കൊടുക്കും വരുമോ? ടീച്ചറെ. ഞാൻ ആദ്യം കൊടുത്തത് ശ്രദ്ധിച്ചില്ലേ, നമ്മളെ ക്രിയേറ്റ് കൊടുത്തപ്പോഴേ ആസ്പെക്ട് റേഷ്യോ എന്നല്ല ഇതിനകത്ത് വരുന്നത്. ക്രിയേറ്റ് ഫസ്റ്റ് യൂട്യൂബ് കൊടുത്തപ്പോൾ യൂട്യൂബ്, സോഷ്യൽ യൂട്യൂബ് വീഡിയോ, വീഡിയോ. അപ്പൊ സോഷ്യൽ നമ്മൾ ഈ മീഡിയ, ബ്ലാങ്ക് പേജ് ഒന്നും എടുക്കുന്നത് ബ്ലാങ്ക് പേജ് ബ്ലാങ്കിലാണ് യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലാങ്ക് പേജ് വരുന്നുണ്ടോ? എല്ലാ പേജിലും ബ്ലാങ്ക് ആണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഡിസൈൻ വരും. ആ അല്ല, ഞാൻ ചെയ്തെല്ലാം ഡിസൈൻ മതി പിന്നെ ഡിലീറ്റ് ചെയ്തത്. ആ ആ ആ ബ്ലാങ്ക് പേജ് കിട്ടുന്നില്ല. ബ്ലാങ്ക് പേജ് അങ്ങനെ അതെ. ഈ ടീച്ചർ ആ ഫോണിൽ ഇങ്ങനെ കൊടുത്ത സമയത്ത് ഈ കുറെ ടെംപ്ലേറ്റ്സ് കാണിച്ചു. ആ അപ്പൊ ടെംപ്ലേറ്റ്സ് നിങ്ങളുടെ കാണിക്കുന്നു. നിങ്ങളുടെ കൈ അത് ടച്ച് ചെയ്തു, അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ. അപ്പൊ ഈ ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ടാസ്ക് കംപ്ലീറ്റ്. പിന്നെ അത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു അടിപൊളി കുറേ ടൂൾസ് നമ്മൾ കൈകാര്യം ചെയ്തു. എടുത്തു പറയാനുള്ള ഗൂഗിൾ ഫ്ലോ ആണ് ഇന്ന് പുതുതായിട്ട് പഠിച്ചത്. ഇതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചതൊക്കെയാണ് ഇപ്പോൾ 5 വർഷം കണ്ടായിരുന്നത് എല്ലാം അല്ലേ. ഇതിനകത്ത് ChatGPT നമ്മൾ ഇമേജ് ചെയ്തിട്ടുണ്ട്, ക്യാൻവയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ, യെസ്, ഇത് പുതിയതാണ്. ക്യാൻവ വീഡിയോ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പുതിയതായിരുന്നു. എങ്ങനെയായിരുന്നു ക്യാൻവ വീഡിയോ എടുത്തത്? ഫോമിൽ പോയിട്ട് സോഷ്യൽ വീഡിയോ, ഹോമിൽ പോയിട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താണ് നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്ന ഈ കാണുന്ന ഓപ്ഷൻ എടുത്താണ് നമ്മൾ വീഡിയോ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ചോദിച്ചു നമുക്ക് ഏത് സൈസ് വേണം. ഇവിടെയാണ് ചോദിച്ചത് ഏത് സൈസ് വേണം. നമ്മൾ ഇതിനകത്ത് ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് കൊടുത്തത്. ലാൻഡ്സ്കേപ്പ് വീഡിയോ കൊടുത്തു. അങ്ങനെ കിട്ടി. നമ്മൾ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഫയലുകളെയും ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് വെച്ചാണ് ഈ ഇത് ചെയ്തത്. നമുക്ക് എല്ലാ സ്റ്റെപ്പും ആണ് ആദ്യം മുതൽ ഒന്ന് പറയേണ്ടതായിരുന്നു. ആദ്യം മുതൽ എന്താ ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഡേ 5 ആണ് നമ്മൾ വന്നത്. ഇന്ന് ഡേ 5ലാണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ 4ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് യൂണിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. അത് തന്നെയാണ് ഈ ദിവസം അത് തന്നെയാണ് നോക്കിയത്. അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വെർഷൻ എന്നുള്ള ഇമേജിനെ നമ്മൾ ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കി മാറ്റി. അതിനോടൊപ്പം തന്നെ ലിപ്പ് അനിമേഷൻ എടുത്തു.
ഫ്ലോ ഉപയോഗിച്ച് അനിമേഷൻ ചെയ്യാൻ പഠിച്ചു. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ ഇതിനെ കോപ്പി എടുത്തു, ChatGPT കൊണ്ടുപോയി അതിന്റെ PDF കൊടുത്തു, അതിനെ ഒരു സ്റ്റോറി ആക്കി. അതിനുശേഷം ഒരു വേറെ പരിപാടിയൊന്നും ചെയ്തില്ല, ചെയ്തിരുന്നു. അതിന്റെ മെമ്മറിയിൽ, ChatGPTയുടെ മെമ്മറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തത്. പിന്നെ നരേഷൻ തയ്യാറാക്കാൻ പറഞ്ഞു, ഒരു നരേഷൻ തയ്യാറാക്കി തന്നു. പിന്നെ അതിനെ സിംപ്ലിഫൈ ആക്കി തരാൻ പറഞ്ഞു, സിംപ്ലിഫൈ ആക്കി. പിന്നെ അതേ തുടർന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു. നമ്മളെ പാഠഭാഗം നമ്മുടെ വാട്സാപ്പിൽ കിടപ്പുണ്ട്, അതിനെ ഓപ്പൺ ആക്കി അതിനെ നമുക്ക് കൃത്യമായിട്ട് അതിനെന്ത് ചെയ്തു, PDF ആയിട്ട് PDF ഓപ്പൺ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് പ്രിന്റ് സ്ക്രീനും കൊടുത്ത് കൊണ്ടുവന്ന് നമ്മളെ എവിടെ കൊണ്ടുവന്നിട്ട് ക്യാൻവയിൽ കൊണ്ടുവന്നു. ക്യാൻവയിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ഇമേജുകളെ ഓരോന്നും 1 by 1 ആയിട്ട് ഇതിൽ കിടക്കുന്നു. ക്യാൻവയിൽ കൊണ്ടുവന്ന് ഓരോ ഇമേജിനെയും 1 by 1 ആയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത്, അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി ഫോണിൽ ചെയ്യുന്നവർ ക്യാൻവയിലോട്ടൊന്നും വരണ്ട, സിമ്പിളായിട്ട് ഗാലറിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാതൊക്കെ കളയാം. എല്ലാ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കും. അപ്പോൾ അത്രയും ഫോൾഡറുകൾ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് കിട്ടും. ഡൗൺലോഡിനകത്ത് കിട്ടും. കണ്ടോ, ഇത്രയും നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് വന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി ഉള്ള ഇമേജ് ആക്കിയത്? ഫ്ലോയിൽ വന്നു. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ മറ്റൊരു സർവീസാണ്. അവരും നമുക്ക് ക്രെഡിറ്റ് തരുന്നുണ്ട്. ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണത്തിന് 150, ഒരു ദിവസം 150 വെച്ച് നമുക്ക് തരും. റീഫ്രഷ് ഡെയിലി എന്നാണ് പറയുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് അത് 150 മാറും. ഇത് എത്ര ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ നാളെ വീണ്ടും 150 കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ സംഭവം. നമ്മൾ അതിനകത്ത് വെച്ച് അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇമേജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് കൊടുത്ത റേഷ്യോ പറഞ്ഞു കൊടുക്കുന്നത്, ഏത് റേഷ്യോയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമേജ് സെലക്ട് ചെയ്ത് അതിനകത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഇമേജ് കൊടുത്ത് നമ്മൾ എവിടെയാണോ ഇമേജ് കിടക്കണ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്യണം. പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. ഇമേജ് എത്ര വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ, അതിന് നമുക്ക് ക്രെഡിറ്റ് ആവുന്നില്ല. പക്ഷെ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തത്, ആ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് പോസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു. അതനുസരിച്ച് എനിക്ക് ഫ്രണ്ട് പോസ് ഇതാണ് കിട്ടിയത്. ഈ കാണുന്ന ഫ്രണ്ട് പോസ് കിട്ടിയതാണ്. അതിനെ സംസാരിപ്പിക്കാൻ വേണ്ടി സ്പീക്ക് എന്ന് പറഞ്ഞ് വെറുതെ സ്പീക്ക് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഡബിൾ കോട്സിനകത്ത് ഡയലോഗ് കൊടുക്കും. ഞാൻ കഴിഞ്ഞ നമ്മൾ എപ്പോൾ ആയിരുന്നാലും ഡയലോഗ് കൊടുക്കുമ്പോൾ ഡബിൾ കോട്സ് കൊടുത്തിരിക്കണം. അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് മനസ്സിലാവും, AI മനസ്സിലാവും ഇത് ഡയലോഗ് കൊടുക്കാനുള്ള ഡയലോഗ്സ് ആണ്. അപ്പൊ അതനുസരിച്ച് ഈ കാണുന്ന പോലെ അപ്പോൾ നിങ്ങൾ ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് അങ്ങനെ 2-3 ഇമെയിൽ ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ പരീക്ഷ നടത്തി അതിനകത്ത് മറ്റ് സീനുകളൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓരോ ഇമേജിനെ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ഈ വീഡിയോ എനേബിൾ ആക്കിയതിനു ശേഷം ചാർട്ട് കൊടുത്ത് ഇതൊക്കെ മറ്റ് സീനുകളൊക്കെ നമുക്ക് അനിമേറ്റ് ചെയ്ത് നല്ല ഭംഗിയോട് സിമ്പിൾ അനിമേഷൻ ആക്കി എടുക്കാൻ പറ്റും. അനിമേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫിൽറ്റേഴ്സ്, ഡൗട്ടുകൾ പോരട്ടെ, സംശയങ്ങൾ പോരട്ടെ. ഗൂഗിൾ ഫ്ലോയില് ആ വീഡിയോ നേരേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാൻ പറ്റുമോ? പിന്നെന്തോ എത്ര ഉണ്ടാവും. നമുക്ക് ഗൂഗിൾ ഫ്ലോ നമ്മൾ എടുക്കുന്നതിൽ സംശയമില്ല. ഗൂഗിൾ അടിക്കുന്നു, ഗൂഗിൾ ഫ്ലോ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ഫ്ലോ വന്ന് അതിനെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ഈ ബ്ലാക്ക് പോയി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇതിന്റെ ക്രെഡിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കും. ക്രെഡിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് 70 ഇനി ന്യൂ പ്രോജക്റ്റ് കൊടുക്കുന്നു.
മറ്റൊന്ന് എടുക്കുക. ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. മറ്റേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോജക്റ്റ് ഇൻകിട്ടാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ ഈ സ്റ്റാർട്ട് എൻഡ് കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോ വീഡിയോ ജനറേറ്റ് ചെയ്യേണ്ടതാണ് വന്നുകൊണ്ട്. അപ്പൊ അത് ഇമേജ് ആക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് മനസ്സിലാവും? ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. വീഡിയോ കൊടുക്കുക, ഇവിടെ വരിക, സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫോട്ടോ ഏതാണോ ചെയ്യേണ്ടത് അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് കൊടുത്തു കഴിയുമ്പോൾ അത് ജനറേറ്റ് ആവും. ഇത്തിരി സമയം പിടിക്കുന്നേ ഉള്ളൂ. കിട്ടുന്ന റിസൾട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്യാൻവ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാൻവ സാർ വീഡിയോ ഒരു സംശയം. പറ. ആ, പിന്നെ ഈ ക്യാൻവ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു യൂണിറ്റിന്റെ PDF വേണ്ടേ സാർ? അപ്പോ ആ, അപ്പോ ഈ നമുക്ക് സാധാരണഗതിയിൽ നമുക്കൊരു യൂണിറ്റിൻ്റെതായിട്ട് കിട്ടില്ലല്ലോ. ഒരു രണ്ടോ മൂന്നോ യൂണിറ്റിന്റെ ആയിട്ട് ശരിക്കും ഒരുമിച്ചല്ലേ കിട്ടുള്ളൂ സാർ. അപ്പൊ ഒറ്റ മനസ്സിലായി. യൂണിറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ടീച്ചറെ എടുക്കാൻ പറ്റും? പേനയും എല്ലാം കയ്യിലുണ്ടല്ലോ, പെട്ടെന്ന് എഴുതിയത്. പേനയോ? എല്ലാം ഉണ്ടല്ലോ കയ്യിൽ. നോക്കിയോ, ഞാൻ എൻ്റെ സ്കൂൾ ടെക്സ്റ്റുകളെല്ലാം ഞാൻ ഈ ഫോൾഡറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും എടുക്കാം. ഒരു മൂന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷോ മലയാളം എടുക്കും. എല്ലാം ഇംഗ്ലീഷല്ലേ കൈകാര്യം ചെയ്യും. മലയാളം എന്താ പാർട്ട് 1 ടെക്സ്റ്റ് കിടക്കുകയാണ്. ഈ PDF ആദ്യം ഓപ്പൺ ആണ്. PDF ഓപ്പൺ ചെയ്യും. ഇപ്പൊ കാണാനല്ല PDF മലയാളം കേരള പാഠാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് മാത്രം കിട്ടിയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ മനസ്സിലാക്കണം ഏത് മുതൽ ഏത് വരെയാണ് പേജ് നമ്പർ മനസ്സിലാക്കണം. അപ്പോൾ 7 പേജ് നമ്പർ. 7 നോട്ട് ചെയ്ത് വെക്കണം. 7 മുതൽ എവിടം വരെ? 7 to താഴോട്ട് പോകണം. താഴോട്ട് പോയി. ടീച്ചർ പറഞ്ഞ ഒരുപാട് പേർക്ക് സംശയം കാണും. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ എഴുതി വെച്ചോണം. 7 മുതൽ ഇത് കഴിഞ്ഞ ടീച്ചറെ താളവും മേളവും ഒക്കെ എല്ലാം യൂണിറ്റ് 1 തന്നെ. നമ്പർ കാണും സാർ. ഓക്കെ. പലഹാരപ്പൊടി 2 കണ്ടപ്പോഴാണ് ആശ്വാസം. അപ്പോ 32 പേജ് വരെ വരും. 8 മുതൽ 32 പേജ് വരെ വരും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി എന്ത് ചെയ്യും? ഫയലിൽ പോയിട്ട് പ്രിന്റ് കൊടുക്കും. നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന അതേ പ്രിന്റ് കൊടുത്തിട്ട് അവിടെയാണ് പരിപാടി. പ്രിന്റ് കൊടുത്തിട്ടാണ് എഴുതി വെക്കേണ്ടത്. മുകളിൽ മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF ആയി. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേറെ വല്ലതും കാണും. എന്തായാലും ടു PDF എന്ന് പറഞ്ഞ സാധനമായിരിക്കും വേണ്ടത്. മൈക്രോസോഫ്റ്റ് പ്രിന്റിന് വരെ വേറെ എന്തെങ്കിലും പേരായിരിക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുമല്ലോ. നമ്മളെ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രിന്റർ ആണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് പറയും. എനിക്ക് വേണ്ടത് PDF ആയിട്ട് പ്രിന്റ് ചെയ്യാം. ടു PDF എന്നാണ് ഈ ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ജോലി അതാണ്. ഇനി രണ്ടാമത് പേജസ് കൊടുക്കുക. അതിനകത്ത് 8 മുതൽ 15 വരെ അടിച്ചു കൊടുക്കുക. പ്രിന്റ് കൊടുക്കുക. അപ്പൊ സേവ് ചെയ്യാൻ പറയും. നമ്മൾ സേവ് ചെയ്ത് പോകണം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത് ഒരു ഫയൽ നെയിം കൊടുക്കും. യൂണിറ്റ് ഫണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. ഇത്തിരി സമയം പിടിക്കാൻ ഡൗൺലോഡായി വരാനേ. വരുന്ന മുറയ്ക്ക് 9 മണിക്ക് തന്നെ ഇടാം.
നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത് സാർ പറഞ്ഞത് ലാപ്പിൽ മാത്രല്ലേ ചെയ്യാൻ പറ്റൂ? ഇല്ല ഫോണിലും ചെയ്യും. സാംസങ്ങിലുണ്ട് പേജ് സോർട്ട് ചെയ്യുന്നതുണ്ട്. ആ മറ്റുള്ള ഫോണിൽ എങ്ങനെയാന്നുള്ളത് അതെ എന്റെ ഫോണിലത് ഭയങ്കര പാടാണ്. സാംസങ്ങിൽ സിമ്പിളാണ്. സിമ്പിളാണ്. അപ്പൊ ഓക്കെ ടീച്ചേഴ്സ്, കാണാം അടുത്ത ദിവസം, അടുത്ത ക്ലാസ്സിൽ. സാറേ അതെങ്ങനെയാ സാംസങ്ങില്? സാംസങ് പെട്ടെന്ന് പറഞ്ഞു ടീച്ചറെ. സാംസങ്ങില് നമ്മളൊരു PDF ഓപ്പൺ ചെയ്യാം. ആ സമയത്ത് പേജ് സോർട്ട് എന്ന് കാണും. പേജ് സോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഓപ്ഷനിൽ വന്നാൽ നമുക്ക് ഏതൊക്കെ പേജാ വേണ്ടത് എന്നുള്ള വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഷെയർ കൊടുത്താൽ മതി. അത് നമുക്ക് ഇമേജ്